അവരുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഏത് പാതിരാത്രിയും അലാറം വെക്കാതെ എഴുന്നേക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട എന്നെ, എൻ്റെ ഉമ്മയേക്കാൾ, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന റബ്ബ് എന്നോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് സമയം തന്നിട്ട് എന്നെ നോക്കിയിരിക്കുന്ന നിമിഷത്തിൽ ഞാൻ കിടന്നുറങ്ങാതെ ഞാൻ ചാടി എഴുന്നേൽക്കും. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. വല്ലാത്തൊരു പ്രതീക്ഷ. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം കാരുണ്യവാനേ എന്ന് വിളിക്കപ്പെടാനാണ്. അതുകൊണ്ടാണ് ബിസ്മില്ല എന്നതിനോടൊപ്പം 113 അധ്യായങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ചൊല്ലാറുണ്ട്, അല്ലേ, ഓതാറുണ്ട്. ആ ബിസ്മില്ലാഹിയോടൊപ്പം പടച്ചോന് അവന്റെ ഗാംഭീര്യം അറിയിക്കുന്ന വേറെ എന്തെല്ലാം പേരുകൾ ചേർക്കാൻ പറ്റുമായിരുന്നു. ബിസ്മില്ലാഹിൽ അസീസിൽ ഗഫാർ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ പടച്ചോൻ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന റബ്ബ് അന്ത്യപ്രവാചകർ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ പുണ്യ നബിയെ കുറിച്ച് പോലും അള്ളാഹ് വിശേഷിപ്പിച്ചത് റഹ്മത്തുൽ ലിൽ ആലമീൻ. അവിടുന്ന് സർവ്വലോകത്തിനും കാരുണ്യമാണത്രേ. കാരുണ്യവാൻ, കാരുണ്യത്തിന്റെ നാഥൻ, കാരുണ്യവാനെ ഇങ്ങനെ വിളിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഓർത്തെഴുന്നേൽക്കുന്ന മനുഷ്യന്മാരുണ്ട് രാത്രിയിലെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവ രാത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതയുണ്ട്. ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രിയപ്പെട്ട സമയം കൂടെയാണ് രാത്രി. ഇസ്രാ മിഅ്റാജ് നടന്നത് എപ്പോഴാ? രാത്രിയിലാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ. രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട്, വിതിൻ സെക്കൻഡ്സ്, അല്ലേ, ഇസ്രാ മിഅ്റാജ് നടത്തിയിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വളരെ മനോഹരമായൊരു രാത്രിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ചയുടെ രാത്രി. ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളിയാഴ്ചയുടെ പകലിലാണെങ്കിൽ ഇന്നലെ ആ കഴിഞ്ഞുപോയ രാത്രി ഉണ്ടല്ലോ, അള്ളാഹ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ആ രാത്രിക്ക് പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ സ്വലാത്തുകൾ ആ രാത്രിയിലും പകലിലും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മറയില്ലാതെ അങ്ങ് മദീനയിൽ കിടന്ന് ഞാൻ കാണുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ മലക്കുകളാണ് എനിക്ക് എത്തിച്ചു തരുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വലാത്തി അല്ലേ, ഞാനിങ്ങനെ ഒരു മറയില്ലാതെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണും. അതാ എരമത്ത് നിന്ന് ഇന്നാലിന്നാള് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ മദീനയിൽ നിന്ന് കാണുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ വഫാത്തിന് ശേഷവും കാണോ? അങ്ങ് വഫാത്തായി പോയാലും കാണുമോ നബിയെ? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് ഭക്ഷിക്കുന്നതിനെ തൊട്ട് മണ്ണിനെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. സ്വഹാബ, വഫാത്തായാലും ഞാനത് കാണും ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാത്രി. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അവതീർണമായ ഭൂമിയിലേക്ക് ഇറങ്ങിയ രാത്രി അതേതാ? ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. പരിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട രാത്രിയാണ്. രാത്രിയാണ് ഒരു ദിവസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. രാത്രിയുടെ ഉള്ളിൽ നിന്നാണ് പകല് പുറത്തേക്ക് വരുന്നത്. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തേക്ക് വരും പോലെ രാത്രി. വെള്ളിയാഴ്ചയുടെ രാത്രി കഴിഞ്ഞുപോയി, ഇനി വരുന്നത് ശനിയാഴ്ചയുടെ രാവാണ്. ഇസ്ലാമിലൊരു ദിവസം തുടങ്ങുന്നത് മഗ്രിബ് മുതലാണ്. ഇപ്പൊ വെള്ളിയാഴ്ചയുടെ രാത്രി, അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. വ്യാഴാഴ്ച മഗ്രിബിന് ശേഷമുള്ള രാത്രി, അല്ലേ? അങ്ങനെയാണ് പരിഗണിക്കപ്പെടുക. പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഖുർആൻ അവതീർണമായത് വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. അതിലൊരു ഘട്ടം ശഅബാൻ 15 രാവാണത്രേ. ഖുർആൻ ഇറങ്ങിയ ഓരോ ഘട്ടവും പ്രാധാന്യമുള്ളതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. പരിശുദ്ധ ഖുർആൻ അവതീർണമായത് അത്രമേൽ വലിയ അനുഗ്രഹമേതാ. മനുഷ്യരല്ലാതിരുന്ന മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയിരുന്നൊരു വിഭാഗത്തെ മനുഷ്യകുലത്തിലെ ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് എത്തിച്ചത് ഖുർആനിലൂടെയല്ലേ? പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ പടച്ച നാഥന്റെ നാമത്തിൽ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മാംസപിണ്ഡം പോലെ, ഒരട്ടയെപ്പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന നിന്നെ പടച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. അന്ന് 1500 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലായി, ഇത് റസൂലുള്ള ഉണ്ടാക്കിയ ഖുർആനല്ല,
ഇത് മുഹമ്മദ് ഉണ്ടാക്കിയ ഖുർആനല്ല. കാരണം അന്ന് ശാസ്ത്രത്തിന്റെ ABCD പോലും ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടാത്തൊരു കാലഘട്ടത്തിൽ ഉമ്മാടെ ഗർഭാശയത്തിൽ അട്ടയെപ്പോലെയാണ് എംബ്രിയോ തൂങ്ങിക്കിടക്കുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണമെങ്കിൽ ഇത് വഹീ കൊണ്ടല്ലാതെ, നാഥനിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായ കലാമു കൊണ്ടല്ലാതെ സ്വന്തമായി പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ ഒരൊറ്റ അധ്യായത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഖുർആനിൽ ഉറച്ചു പിടിക്കുന്ന ആളുകൾ വിജയിച്ചു എന്നാണ്. ഖുർആൻ ഡെയിലി ഓതുന്നവരെന്നോ അർത്ഥം പരിഭാഷ വായിക്കുന്നവരെന്നോ അല്ല, ഖുർആൻ മുറുക്കെ പിടിക്കുന്നവർ. അതെങ്ങനെയാണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ തഫ്സീർ ക്ലാസ്സിൽ പങ്കെടുക്കണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ മുറുക്കെ പിടിക്കുന്നവർ വിജയിച്ചു എന്നാണ്. അവരൊരിക്കലും പരാജയപ്പെടൂലല്ലോ. നിങ്ങൾക്ക് പിന്നാലെ ആളുകൾ വരും. അസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മിയാ മുസ്ലിംകളെ ഇല്ലാതെയാക്കാൻ, അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് തന്നെ, അല്ലേ? മിയാ മുസ്ലിംകളുടെ ഓട്ടോറിക്ഷയിൽ നിങ്ങൾ കയറിയിട്ട് അവർ 5 രൂപയാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ 4 രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. അവര് പോയാൽ എത്ര വരെ പോകും? പോലീസ് സ്റ്റേഷൻ വരെ പോകും. നമ്മുടെ ഗവൺമെന്റ് അല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ്. ഇത്ര വലിയ വർഗീയത പറഞ്ഞ ഒരുത്തന് എങ്ങനെയാണ് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുക? ഈ രാജ്യത്തിന്റെ അന്തസത്ത നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വൃത്തിഹീനമായ വർത്തമാനം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് നിർഗളിച്ചിട്ട് എത്ര പേർ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്? ഭരണഘടനയെ തള്ളിപ്പറയുകയല്ലേ അത്? ഭരണഘടനയ്ക്ക് നേരെ കൊഞ്ഞനം കുത്തുകയല്ലേ അത്? ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്കും ഇവനൊക്കെ മുമ്പിൽ വായിച്ചു കേട്ടതായിരിക്കില്ലേ? ഈ മനുഷ്യന്മാരുടെയൊക്കെ മുമ്പിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ടുണ്ടാകില്ല റിപ്പബ്ലിക് ദിനത്തിൽ? അതൊക്കെ വളരെ അന്തസ്സോടെ കേട്ട് നിന്നിട്ട് ആ റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ഉടൻ തന്നെ ആ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവെക്കുന്ന, ഏറ്റവും നെറികെട്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ഏറ്റവും വൃത്തികെട്ട വർഗീയ പരാമർശം നടത്തിയത് ഒരു മുഖ്യമന്ത്രിയല്ലേ? ഇവരുടെയൊക്കെ മുമ്പിൽ ഈ മതേതര മൂല്യം ഉൾക്കൊള്ളുന്ന ഓരോ മനുഷ്യനും, മുസൽമാന് മാത്രമൊന്നുമല്ല, ഓരോ മനുഷ്യനും ഉച്ചസ്ഥലം പ്രഖ്യാപിക്കാനുള്ളത് ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ ഹിന്ദുസ് എന്നല്ല, we the people of India having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഇതൊരു മതേതര രാജ്യമാണ്, ഇതൊരു ഹൈന്ദവ രാഷ്ട്രമല്ല. നിങ്ങൾ അതിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ നെഞ്ചിലേറ്റിയ ഒരൊറ്റ മനുഷ്യനും അത് സമ്മതിച്ചു തരില്ല എന്നുറക്കെ പ്രഖ്യാപിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മുറുകെ പിടിക്കുന്നിടത്ത് അവൻ വിജയിക്കും. അവനെതിരെ ആരെല്ലാം വന്നാലും ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ വലിയ അഹങ്കാരിയായി പലതും പറഞ്ഞവനാണ് ഫിർഔൻ. ആ ഫിർഔനെ ഇന്നും മമ്മിയായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ശത്രുക്കളെ ഭയപ്പെടുത്താൻ, അവർക്ക് താക്കീതിന് വേണ്ടി മാത്രമൊന്നുമല്ല, വിശ്വാസികളെ നിങ്ങൾക്ക് പ്രതീക്ഷയാണ്. എത്ര വലിയ ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും നിങ്ങളുടെ മുമ്പിൽ വന്നാലും ഇതിനേക്കാൾ വലിയൊരു ഫിർഔൻ മുമ്പ് ജീവിച്ചിരുന്നു. ആ ഫിർഔൻ കണ്ടില്ലേ, അള്ളാഹുവോട് ധിക്കാരം കാണിച്ചപ്പോ, മുസ്ലിം ഉമ്മത്തിനെ കൊന്നൊടുക്കാൻ ശ്രമിച്ചപ്പോ, ന്യൂനപക്ഷത്തെ തകർത്ത് കളയാൻ ശ്രമിച്ചപ്പോ അള്ളാഹ് അവനത് കിടത്തിയിരിക്കുന്നത് കണ്ടില്ലേ? മുസ്ലിമേ, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ബോധ്യം നമുക്ക് പകർന്നു തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഫിർഔനെ അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ കിടത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? നമ്മളിൽ എവിടെ ഖുർആൻ? നമുക്ക് 2 വരി ആയത്തിന്റെ അർത്ഥം അറിയുമ്പോഴേക്ക് നമ്മളെന്തോ ഖുർആനിന്റെ അഹ്ലുകാരായി മാറി. ഇല്ല, ഖുർആൻ നമ്മുടെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ചൈതന്യമായ റബ്ബിന്റെ ഖുർആൻ അതൊരു നൂറാണ്. ആ നൂറ് ഖൽബിലേക്ക് ഇറങ്ങിയാൽ പിന്നെ അവന് ടെൻഷനില്ല, അവൻ ടെൻഷൻ ഫ്രീ ആയി ജീവിക്കും. അവനെ പോലെ സമാധാനം ആസ്വദിക്കുന്ന ഒരുത്തനും ഈ ലോകത്തുണ്ടാവില്ല. എന്നിട്ട് നമുക്കെന്തേ ടെൻഷൻ വരുന്നത്? നമുക്കെന്തേ ഡിപ്രഷൻ വരുന്നത്? ഞങ്ങൾ എത്രയോ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞങ്ങൾ എത്രയോ പരിഭാഷ വായിച്ചിട്ടുണ്ട്, എന്നിട്ടും ടെൻഷനാണെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഖൽബിൽ ഖുർആൻ ഇല്ല. ആ ഹബ്ലുൻ മംദൂദ്, അല്ലാഹു ഇറക്കിത്തന്ന ആ കയറ് മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ എന്ന്. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഒരു മാർക്കാണ് നമ്മൾ വൈകുന്നേരം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് തഫ്സീർ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ആ വിഷയം, ഖുർആൻ എങ്ങനെയാണ് നൂറാകുന്നത്, എങ്ങനെയാണ് ഖൽബിലേക്ക് അത് സന്നിവേശിപ്പിക്കേണ്ടത്, അത് പഠിക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഖുർആൻ അവതീർണമായത്, ഭൂമിയിലേക്ക് അവതീർണമായത് ലൈലത്തുൽ ഖദ്റിലാണെങ്കിൽ ആ ഖുർആൻ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങിയത് അത് ലൈലത്തുൽ മുബാറക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശഅബാൻ 15-ന്റെ രാത്രിയിലാണത്രേ. ശഅബാൻ 15-ാം രാവ് ലൈലത്തുൽ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാത്രി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ഒരുപാട് മുഫസ്സിറുകൾ പറയുന്നത് അത് ശഅബാൻ 15-ന്റെ രാവിലാണ് എന്നാണ്.
ഖുർആൻ ഇറങ്ങിയതിന് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് ബറാഅത്ത് രാവിലും 1-ാം വാനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങിയത് അത് ലൈലത്തുൽ ഖദ്ർ റമദാനിലാണെന്നും കൃത്യമായി മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നത് കാണാം. ഒരിക്കല് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കുമ്പോൾ തന്റെ അടുത്ത് കിടന്ന പുണ്യനബിയെ കാണാനില്ല. രാത്രി സമയം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നോക്കി, റസൂലുള്ളാഹിനെ എവിടെയും കാണുന്നില്ല, പല സ്ഥലത്തും നോക്കി കാണുന്നില്ല. അവസാനം അതാ നബി തങ്ങൾ നിൽക്കുന്നു ജന്നത്തുൽ ബഖീഅയിൽ, ഖബർസ്ഥാനിൽ നിന്ന് ആ ഖബറാളികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ ഇന്നത്തെ രാത്രി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാൻ 15ന്റെ രാവാണ്. ഇന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഭൂമിയിലുള്ള മനുഷ്യർക്കൊക്കെ പുറത്തു കൊടുക്കും. കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് കയ്യും കണക്കുമില്ലാതെ അള്ളാഹ് പുറത്തു കൊടുക്കുന്ന രാത്രിയാണിത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ബറാഅത്ത്, മോചനത്തിന്റെ രാവ്. മോചനത്തിന്റെ രാവ്, ബ്രാത്തൊന്നുമല്ല. പല ആളുകൾ ബ്രാത്താക്കിയിട്ടുണ്ട്, അതൊക്കെ ലോപിപ്പിച്ചല്ലേ. ബറാഅത്ത്, മോചനത്തിന്റെ രാവ്, നരകമോചനത്തിന്റെ രാവ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ രാത്രിയിൽ ഇങ്ങനെ സുജൂദിൽ കിടക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീക്കുന്നില്ല. ലനൻതു അന്നഹു ഖദ് ഖുബില, ഞാൻ വിചാരിച്ചു പോയി റസൂലുള്ളാഹി വഫാത്തായോ, നബി തങ്ങൾ വഫാത്തായി പോയോ. ഞാനങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരുപാട് നേരം നീണ്ടുപോയി ആ സുജൂദ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് വിളിക്കുന്നുണ്ട്, യാ ഹുമൈറാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, അത്രയും ദൈർഘ്യമുള്ള ഒരു സുജൂദിന് ശേഷം സലാം വീട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ വിളിക്കുന്നത് ആയിഷ എന്നല്ല, ഹുമൈറാ, എന്റെ സുന്ദരി പെണ്ണേ. അതായത് ബന്ധങ്ങൾ, അള്ളാഹുവിനുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം തലകുത്തി മറിയൽ മാത്രമാണ്. എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെ ഒക്കെ വെറുപ്പിച്ചിട്ടിട്ട്, അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ കുറെ നിസ്കരിച്ചാൽ മതി, കുറെ ദിക്റിയില്ലാ മതി, ഞാൻ സ്വർഗത്തിൽ പോകുന്നു തെറ്റിദ്ധരിച്ചു വരുന്നുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിസ്കാരത്തെയും ഈ ഒരു ബാന്ധവത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നോക്കി. അവിടെ നിന്ന് സുജൂദിൽ കിടന്ന് എത്രയോ ദൈർഘ്യമുള്ള സുജൂദ് കഴിഞ്ഞ ഉടനെ വിളിക്കാൻ, യാ ഹുമൈറാ, എന്റെ സുന്ദരി പെണ്ണേ, ഞാൻ നിന്നെ പറ്റിച്ചു എന്ന് കരുതുന്നുണ്ടോ? ആയിഷ ബീവി പറയുന്നുണ്ട്, അങ്ങ് ഇങ്ങനെ സുജൂദിൽ കിടന്നപ്പോ ഞാൻ പേടിച്ചു പോയി, അങ്ങ് വഫാത്തായോ എന്ന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അത്തസിരീന അയ്യു ലൈലത്തിൻ ഹാദി, ഇതേതാണ് രാത്രി എന്ന് നിനക്കറിയാമോ ആയിഷ? അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലും അല്ലേ ഏറ്റവും കൂടുതൽ അറിയുന്നവർ, എനിക്കറിയില്ലല്ലോ. ഹബീബായ തങ്ങൾ പറയാം, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാൻ 15ന്റെ രാവാണ്. ശഅബാൻ 15ന്റെ രാവാണ്. ഇന്നല്ലാഹ യത്ലിഉ അലാ ഇബാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ാം രാത്രിയിൽ അള്ളാഹു അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അനുഗ്രഹം അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് പടച്ചോൻ അങ്ങ് പുറത്തു കൊടുക്കും ആ രാത്രിയിൽ. ആ രാത്രിയിൽ അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ, മനസ്സറിഞ്ഞ് പറയുന്നവന് അള്ളാഹു പുറത്തു കൊടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹ് വയർഹമു ലിൽ മുസ്തർഹിമീൻ, മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നവരില്ലേ, അഗതികളെ, അനാഥരെ, വിധവകളെ ചേർത്ത് പിടിക്കുന്നവരില്ലേ, അവരിലേക്ക് പടച്ചോന്റെ കാരുണ്യം ഇങ്ങനെ അണപൊട്ടി ഒഴുകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാൻ, റഹ്മാൻ, ആ റഹ്മാനിയത്ത് നമ്മളിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വഭാവം ഉണ്ടാകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്ന അള്ളാന്റെ സ്വഭാവം, എത്ര തെറ്റ് ചെയ്താലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹനെ ധിക്കരിച്ച് നടന്നാലും ഒരൊറ്റ വാക്ക് അസ്തഗ്ഫിറുല്ലാഹ്, പുറത്ത് തന്നെ പടച്ചോനോ എന്ന് പറയുമ്പോഴേക്ക് എല്ലാം പുറത്തു തരുന്ന റബ്ബ്. നമ്മളിൽ ചില ആളുകളുണ്ട്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മളെ കാണുമ്പോൾ പൊരുത്തപ്പെടണം കേട്ടോ, ഞാൻ നോക്കട്ടെ, പിന്നെ നോക്കട്ടെ. ഇതാണ് നമ്മളെ ആളുകൾ, ഞാൻ നോക്കട്ടെ. ഇതേ സംഗതി ഇവൻ അള്ളാഹിനോട് പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ തലകുത്തിക്കിടന്ന് കരഞ്ഞു പറയുന്നുണ്ട്, പടച്ചോനെ പുറത്തു തരണേ. അള്ളയും പറയും, ഞാൻ നോക്കട്ടെ. എത്രമേൽ മോശാണത്. അള്ളാന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. തന്നോട് ക്രൂരത ചെയ്തവർക്കും തന്നോട് എതിര് പ്രകടിപ്പിച്ചവർക്കും ഒക്കെ അങ്ങ് പുറത്തു കൊടുക്കണം. അങ്ങനെ പുറത്തു കൊടുക്കുന്ന മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാത്രിയിലും 2 വിഭാഗത്തിന് അള്ളാന്റെ കാരുണ്യം കിട്ടൂല, മുശ്രിക്കും മുശാഹിനും. സയ്യിദുനാ റസൂലുള്ളാഹി, ആരാ മുശ്രിക്ക്? അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നവർ, അവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം ആ രാത്രിയിലില്ല.
മുഷാഹിനാണ് മറ്റൊരു വിഭാഗം. ആരാണ് മുഷാഹിൻ? മുഷാഹിൻ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ് തന്റെ പൂർവീകരെ മുഴുവൻ തള്ളിപ്പറയുന്നവർ. പൂർവീകരൊക്കെ വഴിതെറ്റിപ്പോയി, ഞാൻ മാത്രമാണ് ഹക്കിന്റെ ആള് എന്ന് വാദിക്കുന്ന ആളുകൾ. അവർ വഴികേടിലാണ്, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാവില്ല. മറ്റൊരു വിഭാഗം തമ്മിൽ തെറ്റി നിൽക്കുന്നവരാ. മാതാപിതാക്കളും ബാപ്പയും മക്കളും തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ടോ? കുടുംബക്കാർ തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ടോ? അയൽവാസികൾ തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പ് പിടിച്ചാലും, എത്ര ഇസ്തിഗ്ഫാർ ചെയ്താലും, ആ രാത്രിയിൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ആ രാത്രിയിലും ഈ പറഞ്ഞ വിഭാഗത്തിന് പുറത്തു കിട്ടൂലേ സയ്യിദുനാ റസൂലുള്ളാഹ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പാലക്കാട് വെച്ച് എന്നോട് പറയാ, ഉസ്താദേ, എന്റെ അയൽവാസി എന്റെ വീട്ടിലേക്ക് വഴി അനുവദിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വഴിയാണത്, അത് വഴി നടക്കാനുള്ളതാണ്. ഒരു സ്കൂട്ടർ പോലും കടത്തിവിടാത്ത വണ്ണം അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാണ്. എത്രമേൽ മോശമാണതില്ലേ? നമ്മളിൽ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളൊക്കെ. വഴി തടസ്സം, മറ്റൊരു അയൽവാസിക്ക് കടന്നു പോകാൻ പറ്റാത്ത വണ്ണം വഴി തടസ്സപ്പെടുത്തുന്ന ആളുകൾ. അയൽപക്ക ബന്ധം മോശമാക്കിയിട്ട് നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരണ്ട, ശഫാഅത്ത് പോലും റസൂലുള്ളാഹ് ചെയ്യൂല എന്നല്ലേ? ഒരു വേള ജിബ്രീൽ അലൈഹിസ്സലാം വന്ന അയൽവാസിയുടെ മഹത്വമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ കണ്ടപ്പോ റസൂലുള്ളാഹ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, ജിബ്രീലെ, നിങ്ങൾ ഇങ്ങനെ അയൽവാസിയുടെ മഹത്വം പറയുമ്പോഴേ ഇനി അനന്തര സ്വത്തും കൂടെ അവർക്ക് കൊടുക്കേണ്ടി വരുമോ? അത്രമേൽ വലിയ ബാന്ധവം അവർക്കിടയിൽ ഉണ്ടെങ്കിലേ അള്ളാഹു നിങ്ങളുടെ ഇബാദത്ത് സ്വീകരിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. ബന്ധങ്ങൾ എപ്പോഴും കൃത്യമാക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്റെ അയൽവാസിയെ കുറിച്ച്. എന്റെ അയൽവാസിയെ പ്രസാദ് ചേട്ടനുണ്ട്. ഞങ്ങളുടെ ഈ അതിര്, നമ്മുടെ സ്ഥലത്തിന്റെ അതിരുണ്ടാവുമല്ലോ, അപ്പൊ അദ്ദേഹത്തിന് ഒരു മതിൽ കെട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അതിര് കൃത്യമായിട്ട് വേണമെങ്കിൽ ആ മനുഷ്യന് മതിൽ കെട്ടാം. പക്ഷെ എന്നോട് പറയാം, ഷാഫി, ഞാൻ കുറച്ചുകൂടെ വിട്ടിട്ടെ, ഏത് മൂപ്പരുടെ സ്ഥലം കുറച്ചുകൂടെ വിട്ടിട്ട് ഇപ്പുറത്താണ് ഞാൻ മതിൽ കെട്ടുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചാൽ എന്താണ്, നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് എടുത്തൂടെ? അല്ല, ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ സ്ഥലത്തിന്റെ പേരിലാണെങ്കിലും ഒരു ചെറിയ അലമ്പ് പോലും ഉണ്ടാകാൻ പാടില്ല, ഒരു സംസാരം പോലും ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് ആ സ്ഥലത്ത് ഒരു മുസ്ലിം ആണെങ്കിൽ ചിന്തിച്ചു നോക്കേ, കൽബിൽ ഈമാനില്ലാത്തൊരു മുസ്ലിമാനാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം നമ്മൾ വിട്ടുകൊടുക്കും നമ്മുടെ ഒരു ഇഞ്ച് സ്ഥലം. ഇടച്ചിറയിൽ നിന്ന് എന്റെ താമസിക്കുന്ന ഭാഗത്ത് 16 ലക്ഷം രൂപ ഉണ്ട് ഒരു സെന്റിന്. ആ മനുഷ്യൻ മതില് കെട്ടുമ്പോ, ചുമര് കെട്ടുമ്പോ ഒരല്പം ഭാഗം വിട്ടിട്ട് പറയുന്നുണ്ടോ നമ്മൾ തമ്മിൽ തെറ്റാൻ പാടില്ല. ഒരു മുസ്ലിം എന്ന് ഞാൻ ആ വർത്തമാനം കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഈ ബന്ധം കൃത്യമായാലേ അള്ളാഹു നിങ്ങളുടെ ഇബാദത്ത് സ്വീകരിക്കൂ. മാത്രല്ല, ഈ ലൈലത്തുൽ ബറാഅത്തിൽ ഇങ്ങനെ തെറ്റി നിൽക്കുന്ന ആളുകളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പടച്ചോന്റെ കാരുണ്യമില്ല. സയ്യിദുനാ റസൂലുള്ളാഹ്, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഈ രാത്രി ഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, ഈ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കണേ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ കുറച്ചൊക്കെ നമ്മൾ ശ്രമിക്കണം. കൂട്ടമായത് വേണ്ടെന്നല്ല, വളരെ നല്ലത് തന്നെ. പക്ഷെ കുറച്ചൊക്കെ റബ്ബുൽ ആലമീനായ പടച്ചോനായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കണം. എന്റെ നാദരുമായി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ, എന്റെ നാദരുമായി ഒറ്റയ്ക്കിരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ രാത്രി ഒറ്റക്കായിരുന്നില്ലേ? ജന്നത്തുൽ ബഖീയിൽ അവിടെ നിന്ന് പോയി സിയാറത്ത് ചെയ്യാൻ, അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാൻ. കുറച്ചു നേരം ഞാനും എൻ്റെ റബ്ബും തമ്മിൽ പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്ത് രസമായിരിക്കും അതിന്. പ്രത്യേകിച്ച് ഇങ്ങനെ മഹത്വം നിറഞ്ഞ അള്ളാഹു നമ്മിലേക്ക് പ്രത്യേകമായി നോക്കുന്ന ഈ നിമിഷത്തിൽ ഒറ്റയ്ക്കിരുന്നിട്ട് പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, എന്ത് രസമായിരിക്കും അത് ആസ്വദിക്കാൻ. പലപ്പോഴും നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെയുള്ള രാവുകളൊക്കെ വരുമ്പോൾ അസറിന് ശേഷം കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ ഏറ്റവും നല്ലതാ രാത്രിയിൽ സിയാറത്ത് ചെയ്യലല്ലേ, അല്ലേ? പക്ഷെ കേരളത്തിൽ പല മഹല്ലുകളിലും മഗ്‌രിബായി കഴിഞ്ഞാൽ പിന്നെ ഖബർസ്ഥാനിലേക്ക് പോകാൻ പറ്റൂല, അത്ര കൂരിരുട്ടായിരിക്കും. ഖബറിൽ കിടക്കണേലും പേടിയായിരിക്കും പുറത്തുകൂടെ നടക്കാനായിട്ട്, അല്ലേ? അമ്മാതിരി അവസ്ഥയാണ്. അപ്പൊ ഖബർസ്ഥാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് വെക്കണം. എന്തിനാണത്? രാത്രിയിൽ സിയാറത്ത് ചെയ്യേണ്ടവർക്ക് സിയാറത്ത് ചെയ്യാൻ. ആ രാത്രിയിൽ അല്ലാഹു റബ്ബുൽ ആലമീന്റെ കാരുണ്യം പ്രത്യേകം ഇറങ്ങുന്ന സമയത്ത് ബാപ്പാടെ ഖബറിന്റെ അടുക്കൽ വന്ന് നിന്നിട്ടൊരു മോന്തു ആർക്കാണ്, പടച്ചോനെ നിന്റെ ഈ കാരുണ്യം ഇറങ്ങുന്ന നിമിഷത്തിൽ എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ആ ദുആഇന് എത്ര മധുരമുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ രാത്രിയൊക്കെ സിയാറത്ത് കൊണ്ട് നന്മകൾ ചെയ്തൊക്കെ ഹയാത്താക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാത്രിയെ കുറിച്ച് അല്ലാഹു പറയുന്നത് പടച്ചറബ്ബ് തീർപ്പാക്കിയ കാര്യങ്ങളെ കൈമാറ്റം ചെയ്യുന്ന സമയമാണത് എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് മനോഹരമായി നമുക്ക് കാണാം. ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ആയുസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു വർഷാവർഷം തീരുമാനിക്കുന്നത് ഒരു ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെയാണെന്നാണ്. അത് ഈ പറയുന്ന ബറാഅത്തിന്റെ രാത്രിയിലാണത്രേ. അത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ വിവാഹം, സന്താനം, തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാകണമെന്ന് പോലും അള്ളാഹു തീരുമാനിക്കുന്നത്
ഈ ശഅബാനിലാണത്രേ, ഈ പറയുന്ന രാത്രിയിലാണ്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ധാരാളം ചോദിക്കേണ്ട നിമിഷം. ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, നിങ്ങൾ യാസീൻ ഓതിയാൽ ആ സമയത്ത് വളരെ ഉപകാരമുണ്ട് എന്നാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹ്. നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാലും ആ ആഗ്രഹം അള്ളാഹു നടപ്പാക്കി തരും. നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട്. മറ്റൊരു ഹദീസ് അങ്ങനെയുള്ളത്, മാഉ സംസം ലിമാ ശുരിബ ലഹ്. നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് സംസം കുടിച്ചാലും അള്ളാഹു ആഗ്രഹം നിറവേറ്റി തരും. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ സംസം കുടിക്കുമ്പോൾ നമുക്ക് അള്ളാഹു അത് നടപ്പാക്കി തരും. ആ ഒരു ഖലാസ് ഉള്ളവർക്കാട്ട് ഇതൊക്കെ കിട്ടുക. ഇനി യാസീൻ ഓതുന്ന സമയത്ത് നിങ്ങളുടെ കൽബിലെ ആഗ്രഹം എന്താണോ അള്ളാഹു അത് നടപ്പാക്കി തരും. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, 3 യാസീൻ ഈ രാത്രിയിൽ പ്രത്യേകം ഓതുന്നത് നല്ലതാണത്രേ. ഒന്നാമത്തെ യാസീൻ എന്തിനു വേണ്ടിയാ? കാരണം നമ്മുടെ കാര്യങ്ങളെ അള്ളാഹു തീർപ്പാക്കുന്ന മനോഹരമായ ആ രാത്രിയിൽ നിങ്ങൾ 3 യാസീൻ ഓതണം. ഒന്ന്, നിങ്ങളുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാനാണ്. 3 യാസീൻ എന്തിനാ? ഒന്ന്, ആയുസ്സിൽ ബറക്കത്ത്, ദീർഘായുസ്സിന് വേണ്ടി എന്നല്ല. ദീർഘായുസ് ഒരുപാട് കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു മനുഷ്യൻ തളർന്നിങ്ങനെ രോഗം ബാധിച്ച് കിടക്കാണ്, മറ്റുള്ളവർക്കൊക്കെ ഭാരമായിട്ട്. അയാൾക്ക് ഒരുപാട് ദീർഘായുസ്സുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ മക്കൾ പോലും ദ്വാരക്കും, പടച്ചോനെ ഒന്ന് മരിപ്പിച്ചെന്നാ മതിയായിരുന്നു, എന്റെ വപ്പാനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ആയുസ്സിൽ ബറക്കത്ത്, പടച്ചോനെ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിന്ന് നിസ്കരിക്കാനുള്ള ഒരു തൗഫീക്ക് എനിക്ക് കിട്ടണമല്ല. സ്വന്തം മക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതല്ല. അതുകൊണ്ട് എന്റെ ആയുസ്സിൽ ബറക്കത്തിന് വേണ്ടി ഒരു യാസീൻ. രണ്ടാമത്തത്, റിസ്ക്കിൽ ബറക്കത്തുണ്ടാകാനാ. ഭക്ഷണത്തിൽ മാത്രമല്ല, ഭക്ഷണം ഒരുപാട് കിട്ടണേന്നല്ല, ഉള്ളതിൽ ബറക്കത്ത്. ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സമാധാന. ഒരുപാട് ഉണ്ടാകലൊന്നുമല്ല, സമാധാനം തരണയല്ല. മൂന്നാമത്തത്, ആഖിബത്ത് നന്നാകാനാണ്, നല്ല മരണം. മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ മലക്കുകളാൽ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു മരണം ഉണ്ടല്ലോ, ആ മരണം നീ എനിക്ക് തരണയല്ല. അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വിട പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ടത് ഹദിയയും ചെയ്തു കൊടുക്കണം, നല്ല നിയ്യത്തിൽ. അങ്ങനെ ആ 3 യാസീൻ മറക്കാതെ ഓതണം. വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബിന് ശേഷം ബറാഅത്ത് രാവിലേക്ക് നമ്മൾ കടക്കാൻ. ചൊവ്വാഴ്ച ദിവസം നോമ്പുമാണ്, അപ്പൊ ചൊവ്വാഴ്ച എല്ലാവരും നോമ്പനുഷ്ഠിക്കാം. തിങ്കളാഴ്ച ദിവസം മഗ്‌രിബിന് ശേഷം എല്ലാവരും മഗ്‌രിബിന് ശേഷം എല്ലാവരും പള്ളിയിലേക്ക് എത്താം. നമുക്ക് ഒരുമിച്ച് യാസീനൊക്കെ ഓതി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, 5 രാത്രികളെ ഹയാത്താക്കിയാൽ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പായി. സയ്യിദുനാ റസൂലുള്ളാഹ്. ഒന്ന്, ഈ ലൈലത്തു ചർവിയ. ലൈലത്തു ചർവിയ ഹജ്ജ് തുടങ്ങുന്ന രാവാണത്, ദുൽഹജ്ജ് 8ന്റെ രാത്രി. മറ്റൊന്ന് ലൈലത്തു അറഫ, അറഫയുടെ രാത്രിയാണ്. മറ്റൊന്ന് ബലിപെരുന്നാളിന്റെ രാവാണ്. മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാവാണ്. മറ്റൊന്ന് ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാവാണ്. പ്രത്യേകമായ ഇബാദത്തുകൾ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ രാത്രി നിസ്കരിക്കാൻ റസൂലുള്ളാഹിന്റെ കൽപ്പനയുണ്ട്. നമുക്ക് സുന്നത്തുകൾ നിസ്കരിക്കാം, ദിക്റുകൾ ചൊല്ലാം, കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ഏറ്റവും പ്രധാനം അതാണ്. എന്തിനും ഏതിനും മരുന്നാണ് ഇസ്തിഗ്ഫാർ. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാം. ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഞാൻ നിന്റെ വിനയ വിധേയനായ ഒരു അടിമയാണ് റബ്ബേ, നീ പുറത്തു തന്നില്ല എങ്കിൽ എനിക്ക് പുറത്തു തരാൻ ആരാണുള്ളത്? നീ പൊറുക്കണയല്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഖൽബിൽ തട്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അതാണ് ആ രാത്രി ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ രാത്രിയുടെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.